ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സീനിയേഴ്സിൻ്റെ ഫെയർവെൽ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ജിൻസിയുടെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. ജിൻസിക്ക് എന്താ പറയാനുള്ളത്? പേടിൻ്റെ കാര്യം എന്നാലും നമുക്ക് നോക്കാം. പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചൊക്കെ കഴിഞ്ഞില്ല. ജിൻസി കൾച്ചറൽ ഉണ്ടായതുകൊണ്ട് സുന്ദരിച്ച് വന്നിട്ട് ഇതാണ് മിൻസ. ട്രെയിനിൽ സീറ്റ് കിട്ടിയ സന്തോഷമാണെന്ന് തോന്നുന്നു ആദിനീൻ്റെ മുഖത്ത്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇതാ ട്രെയിനൊക്കെ ഇറങ്ങി കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോളേജിലോട്ട് അങ്ങനെയും പറയാം. ഞങ്ങളോട് കറക്റ്റ് 9 മണിക്ക് അവിടെ എത്താന്ന് പറഞ്ഞാണ്. ബട്ട് ഞങ്ങൾ ടൈം ട്രെയിൻ 9:12 നമ്മളവിടെ എത്തും. പക്ഷേ ഞങ്ങൾക്ക് അൺഫോർച്ചുനേറ്റ്ലി ബസ് മിസ്സായി. ഞങ്ങൾ ഇനിയിപ്പോൾ അത് നടന്നോണ്ട് പറയുമ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് 8:55 ഒരു ബസ് ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇനി 9:15 ബസ്സിന് പോകാൻ നിൽക്കണേ. 7:00 ഗൈസ്. ഞങ്ങൾ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. സോ ഞങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ലൈഫിൽ റിസ്ക് അങ്ങനെയല്ല. പക്ഷേ നമ്മൾ ഒരുപാട് നല്ല പരിപാടി ഒക്കെ സെറ്റാക്കി ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങിയത്. 6 മണിക്ക് നീച്ച് പോരുന്നതായിരുന്നു. സത്യം ഞങ്ങളോട് മിസ് തന്നെ പറഞ്ഞു നിങ്ങളാണ് അല്ല. കഴിഞ്ഞ വർഷമൊക്കെ രാവിലെ വന്നതിന് ശേഷം ഫുള്ള് ബാക്കിയുള്ളൊക്കെ ചെയ്തു. പക്ഷേ ഞങ്ങൾ ചെയ്തിട്ട് തന്നെ വന്നു. ഞങ്ങൾ ഇന്നലെ നല്ല ലേറ്റ് ആയിട്ട് ലാസ്റ്റ് ട്രെയിനാണ് ഞങ്ങൾ പോയത്. അതായത് 5 മണിയുടെ ട്രെയിനാണ് ഞങ്ങൾ പോയത്. റെയിൽവേ സ്റ്റേഷനിൽ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബസ് കയറാൻ പോവാം. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ഒരു 4 മിനിറ്റ് കൊണ്ടാണ് പുറത്തോട്ട്. ഞങ്ങളിവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിൻസിയും ബിൻസിയും മുന്നിൽ. സുവർണ ഇല്ല. ഇതാണ് ആദിനീൻ്റെ ഔട്ട്ഫിറ്റ് ആൻഡ് കോസ്റ്റ്യൂം. ചോപ്പ് ബാഗ് പ്ലസ് ചോപ്പ് ഡ്രസ്സ്. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയിരിക്കുന്നു. സീറ്റ് പിടിക്കലാണ് ഗൈസ്. ഏറ്റവും വലിയ റിസ്ക്. കാരണം നമ്മൾ അത്രയും തിരക്കുണ്ടാവും. എഫക്റ്റ് എടുത്തിട്ടാണ് ഇതിൽ കയറുന്നത്. അങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങൾ നടക്കാൻ കേട്ടോ കോളേജിലേക്ക്. ബിൻസിയും ജിൻസി എന്തൊക്കെയോ കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങൾ കോളേജിലൊക്കെ എത്തി പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ നിന്നപ്പോൾ അതിന് കറണ്ട് പോയി. ഐശ്വര്യങ്ങൾ വരുന്ന വരവേ. ഇതാണ് സെമിനാർ ഹാൾ. ഇവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്. ഇന്നലെ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് പോയതാട്ടോ ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. കറണ്ട് ഇല്ലാതായതുകൊണ്ട് ഭയങ്കര ചൂട്. അപ്പം ഞാൻ ഇതെടുത്തിട്ട് കുറച്ച് നേരം കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചു. നല്ല സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സീനിയേഴ്സിന് വെൽക്കം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവരുടെ മെമ്മറി ഷെയറിംഗ് ആയിരുന്നു ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മൾ അവർക്കുള്ള ഗിഫ്റ്റ് കൊടുത്തത്. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയൊരു വീഡിയോ അവർക്ക് കാണിച്ചു കൊടുത്തു. ആ വീഡിയോയുടെ കൂടെ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ആയിട്ടാണ്. ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞത്. ഫുഡ് എത്താൻ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആകെ വിശന്നിരിക്കുകയായിരുന്നു. നന്ദിയുണ്ട്. ഫുഡിന് വേണ്ടി മാത്രം വരുന്നവരാണ്. ഗൈസ്, ഈ സുവർണന്റെ ടീം, അതായത് ഫുഡ് മെയിൻറ്റെയിൻ ചെയ്ത ആൾക്കാർ, അത് ഞങ്ങൾക്ക് ഫുഡ് തരുന്നില്ല. കറക്റ്റ് ടൈമിൽ തരാൻ. നിങ്ങളുടെ വ്ളോഗിലുള്ള ക്യൂട്ട് ബേബിയുടെ തള്ളച്ചിയാണ് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യത്തെ വ്ളോഗിൽ കിട്ടുന്നില്ല. ആദ്യത്തേക്ക് ഭയങ്കര പരാതി. അപ്പോൾ ഞാൻ പരാതി തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ എന്നോട് ആര് പറഞ്ഞാൽ ഞാൻ പരാതി തീർത്ത് കൊടുക്കലുണ്ട്. എന്താണ് ഗൈസ് നമ്മുടെ ആദ്യ? എന്താണ് ആദ്യക്ക് പറയാനുള്ളത്? ഫെയർവെല്ലിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഫെയർവെല്ലിനെ പറ്റി എന്താ പറയാനുള്ളത്? എന്താ പറ്റി? നോക്കൂന്നേ, ചിരിക്കുന്നേ, എന്തെങ്കിലും പറയൂന്നേ. പ്രോഗ്രാം കഴിഞ്ഞ പാടത്ത് എല്ലാവരും ബലൂണ് പൊട്ടിക്കാൻ വന്നിരിക്കുന്നു. ആർക്കാരാ ഇഷ്ടമാണ്?
അങ്ങനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടാ. ഇനി ഇതാ ഈ ബൾബും കൂടെ ഉള്ളൂ, അത് അവർ വന്ന് കഴിച്ചോളാന്ന് പറഞ്ഞിങ്ങനെ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പരിപാടി ആയതുകൊണ്ട് ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.